സഭാ സിനഡ് നടക്കുന്നതിനിടെ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി വി.ഡി. സതീശൻ. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉൾപ്പെടെ 6 ബിഷപ്പുമാരുമായാണ് കൂടിക്കാഴ്ച നടന്നത്. താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലും തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, വളരെ നിർണായകമായ അതിപ്രധാനമായ ഒരു കൂടിക്കാഴ്ച എന്ന് അവിതർക്കിതമായി പറയാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ സിനഡ് നടക്കുന്ന ഘട്ടത്തിൽ ഒരു പുറത്തു നിന്നുള്ള ഒരാളെ, ഒരു രാഷ്ട്രീയ നേതാവിനെയൊന്നും അങ്ങോട്ടേക്ക് എൻട്രി നൽകിയത് അടുത്ത കാലത്തെങ്ങും നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതിയാണ്. അങ്ങനെ വി.ഡി. സതീശൻ ഈ സിനഡ് നടക്കുന്നതിനിടയിൽ സഭാ ആസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ അനുമതിയോടുകൂടി, അല്ലെങ്കിൽ അവർ ക്ഷണിച്ചതനുസരിച്ചിട്ടായിരിക്കണം പോകുന്നത്. ആ ഓപ്പറേഷൻ, ആ നീക്കത്തെ എത്ര ഗൗരവത്തോടു കൂടി കാണണം? എന്തായിരിക്കണം അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ? ഇതിനെ എതിർപ്പാളയങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? സൈഫുദ്ദീൻ, എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ല എന്നാണ് സഭാ നേതൃത്വം പറയുന്ന ഒരു വിശദീകരണം. പക്ഷേ ഈ സമയത്ത്, ഈ സിനഡ് നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി സഭയുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം. ഒപ്പം തന്നെ ക്ഷണവും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സിനഡ് നടക്കുന്നത് 10-ാം തീയതി വരെയാണ്. ഏതാണ്ട് ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമുള്ള 53 മെത്രാന്മാരാണ് ഈ സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സ്വാഭാവികമായും സഭയുടെ മുന്നോട്ടുള്ള പോക്ക് അത് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും നയപരമായിട്ടുള്ള കർമ്മ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കുന്നതും ഈ സിനഡിൽ തന്നെയായിരിക്കും. ഒപ്പം രാഷ്ട്രീയമായിട്ടും സാമുദായികപരമായിട്ടുള്ള ചില ചർച്ചകൾ അതെല്ലാം തന്നെ ഈ സിനഡിൽ ഉണ്ടാകും. ആ ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും സാമുദായിക ശക്തീകരണ വർഷം എന്ന ഒരു ആപ്തവാക്യത്തിലൂന്നിയാണ് ഈ സിനഡ് സമ്മേളനം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആഹ്വാനമാണ് റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക ഭൂപ്രശ്നങ്ങൾ, ഒപ്പം തന്നെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഒരു ചർച്ചയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ നടപ്പാക്കണം. അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ, അതിൽ ചില അതൃപ്തി നിലനിൽക്കുന്ന ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സമയത്താണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു പോകുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അത് ഇത്രമാത്രം ബിഷപ്പുമാർ ഇവിടെ ഉണ്ട്, താമരശ്ശേരി, തലശ്ശേരി ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തുണ്ട്, അതുകൊണ്ട് അവരിൽ ആരെങ്കിലുമൊക്കെ കാണാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് സഭാ നേതൃത്വം ഒഴിയുമ്പോഴും ഇതിൽ ഇത്തരം ചില കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിലൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരുങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് വയനാടിൽ ക്യാമ്പിൽ ഉയർത്തിരിഞ്ഞ ചില ആശയങ്ങൾ, കർമ്മ പദ്ധതികൾ, ഇതിനിടയിൽ ഈ സിനഡ് സമ്മേളനം നടക്കുമ്പോൾ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ സഭയ്ക്ക് നിർണായകമായി സ്വാധീനമുള്ള മേഖലകളിൽ അതിൻ്റെ സഭയുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഭയുടെ ചില ആശങ്കകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ എന്താണ് കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ റാഫേൽ തട്ടിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം. പക്ഷേ ചില ആളുകൾ, സഭാ പ്രതിനിധികൾ, സഭാ നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം അവിടെ വന്നു പോവുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ സഭാ ആസ്ഥാനത്ത് ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അവിടെ വന്നു പോകുന്നത്. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് ചേർത്ത് പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LDF-ഉം ഈ നിലവിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുമ്പോഴും CPM-ന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ സഭയുമായി ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കാനുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അതുമായി നീക്കങ്ങൾ നടത്തി വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഭ ഉന്നയിച്ച ചില കാര്യങ്ങൾ, വന്യജീവി പ്രശ്നങ്ങളായാലും ഒപ്പം തന്നെ കാർഷിക പ്രശ്നങ്ങളായാലും ഭൂ പ്രശ്നങ്ങളായാലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനഡ് നടക്കുന്ന ഘട്ടത്തിൽ, അതും പ്രധാനപ്പെട്ട 6 ബിഷപ്പുമാർ അവിടെ ഉള്ള ഘട്ടത്തിൽ ഒരു തേർഡ് പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള അനുമതി കൊടുക്കുന്നു.
അതീവ രഹസ്യമായി അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നു വെച്ചാൽ ഔദ്യോഗിക കാറും ഔദ്യോഗിക വഴികളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ചർച്ച നടത്തി പാതിരാത്രി അദ്ദേഹം തിരിച്ചു പോകുന്നതിനിടയിൽ ആരോ മൊബൈലിൽ എടുത്ത ഒരു ദൃശ്യം പുറത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുന്ന ചർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് വി ഡി സതീശൻ അവിടെ സഭാ നേതാക്കളുമായി ചർച്ച നടത്തിയത്, ഈ 6 ബിഷപ്പുമാരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അതോ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ മാത്രം കാണാനാണോ സിനഡിൽ സഭാ ആസ്ഥാനത്ത് പോയത് എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് സിജോ വർഗീസ്.